മോളെ നിത, ഇപ്പോൾ വാവാ സുരേഷിനെ അറിയാലോ, പറഞ്ഞത് കേട്ടില്ലേ? ഷഹല കൃത്യമായി പറഞ്ഞു അല്ലേ, പാമ്പാണ്, പാമ്പിൻ്റെ കടിയേറ്റു എന്ന് ഇപ്പോൾ വാവ പറഞ്ഞതുപോലെ കൃത്യമായി ആ കുഞ്ഞിന് മനസ്സിലായിട്ടുണ്ടാവും, കൂട്ടുകാരിക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നിട്ടും ഈ ഷജിലെന്ന് പറഞ്ഞയാൾ, അധ്യാപകനെ ഞാൻ വിളിക്കില്ല, അയാൾ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എത്രയോ കുഞ്ഞുങ്ങൾ, നിങ്ങൾ സുഹൃത്തുക്കൾ, കൂട്ടുകാരൊക്കെ പറയുന്നത് കേട്ടു ഇന്നെല്ലാം. ഒരു തരത്തിലും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല അല്ലേ? ആ കാറൊന്ന് ചലിപ്പിക്കാൻ ഒറ്റ ഒരുത്തനും തയ്യാറായില്ല അല്ലേ? സത്യത്തിൽ ഈ സാറന്മാർ കള്ളം കൂടി പറയുകയായിരുന്നു പിന്നീട് അല്ലേ? നിതയ്ക്ക് തോന്നുന്നത് എന്താണ്? കള്ളം കൂടി പറഞ്ഞോ എല്ലാവരോടും? എല്ലാവരെയും പറ്റിക്കാൻ ശ്രമിച്ചോ? ഇവർ പറഞ്ഞു പറ്റിക്കാൻ ശ്രമിച്ചോ? ഹെഡ് മാസ്റ്റർ തീർച്ചയായിട്ടും ഫുള്ള് നുണയാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ കുട്ടി പൊത്തിൽ കാലിട്ട് കളിച്ചു എന്നാണ് പറയുന്നത്. അത്രയും ചെറിയ പൊത്തിൽ കുട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ കാല് പോകാൻ ഒരു സാധ്യതയില്ല. ഇതിനൊട്ടും ഞാൻ അംഗീകരിക്കുന്നതല്ല. അതുമല്ലാതെ കുട്ടിയെ ഷജിൽ സാർ, ലീന മിസ് ചോദിച്ചതാണ് കുട്ടിയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എന്ത് പറ്റിയതായാലും. കാരണം വെച്ചാൽ കുട്ടിയുടെ കാലിൽ നിന്ന് ബ്ലഡ് കൂടുതൽ പോവുകയാണ്. അതുമല്ലാതെ കുട്ടി അവിടെ ഇരുന്ന് തളരുകയാണ്. ആ കസാലിൽ പോലും ആ കുട്ടിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഷജിൽ സാറ് പറഞ്ഞത്, വേണ്ട, അവളുടെ പാരൻസ് വരട്ടെ, എന്നിട്ട് നമുക്ക് കൊണ്ടുപോവാമെന്ന്. എന്നിട്ട് ഈ ലീന മിസ് പിണങ്ങിപ്പോയല്ലേ? ദേഷ്യം പിടിച്ചു. ഇപ്പോൾ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ? വാവാ സുരേഷ് അടക്കം പറഞ്ഞത് മോള് കേട്ടോ? ഈ കാട് പിടിച്ച് കിടക്കരുത്, അവിടെ ഒരുപാട് ഈ പാമ്പിൻ്റെ പൊത്ത്, മാളങ്ങൾ ഉണ്ടെന്നൊക്കെ ഇപ്പോൾ ഒരുപാട് വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. നിങ്ങളുടെ സ്കൂൾ കോമ്പൗണ്ട്, മോശപ്പെട്ട ക്ലാസ് റൂമുകൾ, തകർന്ന ക്ലാസ് മുറികൾ, അതുപോലെ ശുചിമുറി, ടോയ്ലറ്റിൻ്റെ അവസ്ഥ, എന്താണ് സ്വന്തം സ്കൂളിൻ്റെ അവസ്ഥയെക്കുറിച്ച് നാട്ടുകാരോട് പറയാൻ പറ്റുന്നത് നിത? സ്കൂൾ മൊത്തം കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. ഈ ചൊവ്വാഴ്ചയാണ് അതൊന്ന് വെട്ടിത്തളച്ചത്. ഈ സംഭവം, ഈ കുട്ടിയുടെ കാലിൽ പാമ്പ് കടിച്ചത് ബുധനാഴ്ചയായിരുന്നു. അതുമല്ലാതെ ഓഡിറ്റോറിയത്തിൻ്റെ ബേക്കിലും പിന്നെ സ്കൂളിൻ്റെ ബേക്കിലും കുറേ പുറ്റുകൾ ഉണ്ട്. നിങ്ങൾ ഈ ക്ലാസ്സിലെ ഈ മാളത്തിൻ്റെ കാര്യം, ഇത്തരം പ്രശ്നങ്ങൾ സാറന്മാർക്ക് അറിയാവുന്നതല്ലേ? ആരും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലേ? ഇല്ല, കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മാളൊക്കെ കേൾക്കുന്നത്. അതും 5Aയിൽ ഞാൻ അവിടെ പഠിച്ചിരുന്നതാണ്. എന്നിട്ടും അവിടെ ഞാൻ കേട്ടിട്ടില്ല. ആദ്യമായിട്ട് ഞങ്ങൾക്ക് വിശ്വാസം എന്നിട്ടും വന്നിട്ടില്ലേ. ഞങ്ങൾ സ്കൂൾ വിട്ട് പോകുമ്പോൾ ആ മാളം കണ്ടിട്ടാണ് പോയത്. നിത, ഈ 3:10 പാമ്പുകടി ഏൽക്കുന്നത്. അപ്പോഴാണ് ഇത് അട്ടയാണ് അല്ലെങ്കിൽ ആണിയാണ് എന്നൊക്കെ പറഞ്ഞ് വിചിത്രവാദവുമായി വന്നത്. ഷഹല തന്നെ, ക്ലാസ്സിലെ കുട്ടികൾ തന്നെ പറഞ്ഞു, ഭയങ്കരമായ വേദന ഷഹല അനുഭവിച്ചതാണോ പിന്നീട് ആ ക്ലാസ്സിലെ കുട്ടികൾ നിതയോട് പറഞ്ഞത്? കുട്ടി തന്നെ പറഞ്ഞിരുന്നു, എന്നെ പാമ്പ് കടിച്ചതാണെന്നും എന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണമെന്നും എനിക്ക് തീരെ വയ്യാമെന്ന് ആ കുട്ടി തന്നെ പറഞ്ഞു എന്നാണ് ആ ക്ലാസ്സിലിരിക്കുന്ന അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ കുട്ടി പറയുന്നത്. മാഷിനോട് പറഞ്ഞു അല്ലേ?